ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മലയാളി ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന മത്സരമാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള രാജസ്ഥാൻ റോയൽസിന്റെ കളി. സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഒരു മത്സരത്തിൽ മാത്രമാണ് റോയൽസ് ആകെ ജയിച്ചത്. ഏറ്റവും അവസാനം ഹോം ഗ്രൗണ്ടിൽ വെച്ച് RCBയോട് തോൽക്കുകയും ചെയ്തതോടെ ആരാധകരും ഏറെ നിരാശയിലാണ്. അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിനോട് ആരാധകർക്ക് അല്പം ഇഷ്ടം കൂടുതലുമാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന റോയൽസ് ബൗളിംഗ് നിരയിൽ ചില മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഡൽഹിയെ നേരിടുക എന്നാണ് സൂചന. സഞ്ജുവിന്റെയും ടീമിന്റെയും തന്ത്രങ്ങൾ മറികടക്കാൻ ശേഷിയുള്ള ടീമാണ് അക്സർ പട്ടേലിന്റെ ഡൽഹി ക്യാപിറ്റൽസ്. സ്ഥിരതയില്ലാതെ കഷ്ടപ്പെടുന്ന സഞ്ജുവും കൂട്ടരും ഏറ്റുമുട്ടുന്നത് സ്ഥിരതയോടെ കളിക്കുന്ന ടീമിനോടാണ് എന്നത് ഡൽഹിയുടെ വിജയ സാധ്യത ഉയർത്തുന്നുമുണ്ട്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയുടെ ക്ഷീണം മാത്രമാണ് ഡൽഹിയെ ബാധിച്ചിട്ടുള്ളത്. തങ്ങളുടെ 5ാം ജയം ഉറപ്പിച്ചു തന്നെയാണ് ഡൽഹി ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. റോയൽസിന് ഇന്നു മുതലെങ്കിലും തിരിച്ചു വന്നേ മതിയാകൂ എന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നതാണ് രാജസ്ഥാന്റെ ലക്ഷ്യം. പക്ഷേ KL രാഹുലിനെയും കുൽദീപ് യാദവിനെയും മിച്ചൽ സ്റ്റാർക്കിനെയും ഒക്കെ മറികടന്ന് ജയം സ്വന്തമാക്കുക എന്നത് രാജസ്ഥാന്റെ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ സാധ്യത വളരെ കുറവാണ്. ഇരു ടീമുകളുടെയും IPL ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 29 തവണയാണ് ഡൽഹിയും റോയൽസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 14 മത്സരങ്ങളിൽ ഡൽഹിയും 15 മത്സരങ്ങളിൽ റോയൽസും ജയിച്ചു. ഒപ്പം റോയൽസ് ഭയപ്പെടേണ്ടത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ പിച്ച് കൂടിയാണ്. പൊതുവെ സ്പിന്നർമാർക്ക് അനുകൂലമായ പിച്ചാണ് സ്റ്റേഡിയത്തിനുള്ളത്. ഡൽഹിയുടെ കുൽദീപ് അടക്കമുള്ള സ്പിന്നർമാർ മിന്നും ഫോമിലുമാണ്. ഇവരെ മറികടന്ന് പന്ത് ബൗണ്ടറി കടത്തി സ്കോർ നേടുക എന്നത് ഏറെ പ്രയാസകരമായ ഒന്നാണ്. ഡൽഹിയുടെ സ്പിന്നർമാരിൽ ഏറ്റവും കൂടുതൽ ഫോമിലുള്ള താരമാണ് കുൽദീപ് യാദവ്. കഴിഞ്ഞ മത്സരങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. സീസണിൽ ഇതുവരെ 10 വിക്കറ്റാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുൽദീപിനെ റോയൽസ് ഭയക്കേണ്ടതുണ്ട്. കുൽദീപിനെ മറികടന്ന് സ്കോർ ഉയർത്തുക എന്നത് ഏറെ പ്രയാസകരമായ ഒന്നാണ്. ഇത് തന്നെയായിരിക്കും റോയൽസ് ഇന്ന് നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ടീം സ്കോർ 200 മുകളിൽ കടത്താൻ പരമാവധി ശ്രമിച്ചേക്കും. രാജസ്ഥാൻ റോയൽസിന്റെയും ഡൽഹി ക്യാപിറ്റൽസിന്റെയും വിജയ സാധ്യത മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മുൻതൂക്കം കൂടുതൽ നിൽക്കുന്നത് ഡൽഹിക്ക് തന്നെയാണ്. ഹോം ഗ്രൗണ്ടിൽ റോയൽസിനെ നിലംപരിശാക്കാൻ ഡൽഹിക്ക് സാധിക്കും എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണുകളിലെ പോലെയല്ല ഈ സീസണിൽ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ആകെ ഒരു തവണ മാത്രമാണ് ഡൽഹി തോൽവി രുചിച്ചിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസ് മാത്രമാണ് ഈ സീസണിൽ ഡൽഹിയെ തോൽപ്പിച്ചത്. സീസണിലെ തുടക്കത്തിൽ ടേബിളിൽ 1ാം സ്ഥാനക്കാരും ഡൽഹി ക്യാപിറ്റൽസ് തന്നെയായിരുന്നു. അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എതിരാളികളുടെ ഉള്ളിലും ഭയം നിറയും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പോരാട്ടം കാണാനും ആരാധകർ കാത്തിരിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള അവസാന 5 മത്സരങ്ങൾ നോക്കിയാൽ അവിടെ മുൻതൂക്കം സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ്. 3 മത്സരങ്ങളിൽ രാജസ്ഥാനും 2 മത്സരങ്ങളിൽ ഡൽഹിയും വിജയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള രാജസ്ഥാൻ റോയൽസിന് ഈ മുൻകാല ചരിത്രം ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതിൽ സംശയമുണ്ട്. സ്ഥിരതയില്ലാതെ ബാറ്റ് വീശുന്നവരും പന്തെറിയുന്നവരുമാണ് റോയൽസ് കൂടുതലും. പവർ പ്ലേയിൽ വിക്കറ്റ് നേടാൻ ആർച്ചറിന് സാധിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വിക്കറ്റ് വേട്ടയിൽ തളർന്നു വീഴുന്ന താരത്തെയാണ് ആരാധകർ കാണുന്നത്. യശസ്വി ജയ്സ്വാളിലും വിശ്വാസം അർപ്പിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ മത്സരത്തിൽ ലോങ് റൺ ലഭിക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ അനാവശ്യ ഷോട്ടുകൾക്ക് ശ്രമിച്ച് പെട്ടെന്ന് തന്നെ ഔട്ടാകും. ക്യാപ്റ്റൻ സഞ്ജുവും സ്ഥിരതയാർന്ന പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ വിജയസാധ്യത കൂടുതൽ രാജസ്ഥാൻ റോയൽസിനാണെങ്കിലും നിലവിലെ ടീമിന്റെ ഫോം രാജസ്ഥാന് വില്ലനാവുകയാണ്.